വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നമ്മുടെ ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ ഒക്കെ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 15-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബേസിക് സയൻസിൽ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ്, അതായത് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ വിലയിരുത്താം അല്ലെങ്കിൽ ലെറ്റസ് അസസ് എന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ ഡ്രിങ്ക് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സാൾട്ട്, ഷുഗർ ആൻഡ് ടു സോഡ വാട്ടർ. സോഡ വെള്ളത്തിൽ ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു പാനീയം തയ്യാറാക്കി. വാട്ട് ആർ ദ കമ്പോണന്റ് ഓഫ് ദിസ് മിക്സ്ചർ? ഈ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. സാൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ സോഡ വാട്ടറിലേക്കാണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സോഡ വാട്ടർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. അപ്പൊ ടോട്ടൽ ഇതിനകത്ത് ഏതെല്ലാം ഘടക പദാർത്ഥങ്ങളുണ്ട്? വാട്ടർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, സാൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത്, ഈസ് ദിസ് എ ഡ്രിങ്ക് എ ഹോമോജീനസ് ഓർ ഹെട്രോജീനസ് മിക്സ്ചർ? ഈ പാനീയം ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മക മിശ്രിതമാണോ? ഈ ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു മിക്സ്ചർ നമ്മൾ എടുക്കുവാണെങ്കിൽ, ഒരു മിശ്രിതം നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് എല്ലാ ഭാഗത്തും വ്യത്യസ്ത ടേസ്റ്റ് ആണ്, ഓരോ ഭാഗത്ത് നോക്കുമ്പോൾ ഓരോ ടേസ്റ്റ് ആണ്, ഓരോ സ്വഭാവമാണ്, അങ്ങനെയാണെങ്കിൽ അതാണ് ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പരിചിതം ഉണ്ടാവും, സലാഡിന്റെ ടേസ്റ്റ് നോക്കിയാൽ ഓരോ ഭാഗത്തും ഓരോ ടേസ്റ്റാണ്. സോ അതെന്താണ്? ഹെട്രോജീനസ് ആണ്. അതേപോലെ തന്നെ നാരങ്ങ വെള്ളം, ഉപ്പുവെള്ളം, അതൊക്കെ ഏതാണ്? ഹോമോജീനസ് ആണ്. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. സോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഹോമോജീനസ് ആണ്. അടുത്തത്, 1 spoon of salt is added to a glass of water. There is undissolved salt in the glass. What should be done to make it a homogeneous mixture? ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ഗ്ലാസിനടിയിൽ അലിയാതെ കിടക്കുന്നുണ്ട്. ഈ മിശ്രിതം ഏകാത്മക മിശ്രിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഏകാത്മക മിശ്രിതമാക്കാൻ എന്ത് ചെയ്യണം? നല്ല രീതിയിലൊന്ന് ഇളക്കിയാൽ മതി, അല്ലെ? നല്ല രീതിയിലൊന്ന് സ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. കാരണം ഇവിടെ എന്താണ്, നമ്മളിപ്പം വെള്ളത്തിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ടത്. അപ്പൊ അത് അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് അലിയിച്ചാൽ മതി. നല്ല രീതിയിലൊന്ന് ഇളക്കുവാണെങ്കിൽ ആ ഉപ്പ് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡായിട്ട് എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്: എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെന്റ്, ബ്രോൺസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം. ടിക്ക് ഇടാനാണ് കേട്ടോ. ടിക്ക് ദ കറക്റ്റ് വൺ എമംഗ് ദിസ്. അതായത് ഇരുമ്പ്, പിച്ചള, സ്വർണ്ണാഭരണം, വെങ്കലം, കാർബൺ ഡൈ ഓക്സൈഡ്, അലൂമിനിയം എന്നീ പദാർത്ഥങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ഇവയിൽ ശരിയായിട്ടുള്ളത് ടിക്ക് ഇടാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാം, ഇവയെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളല്ല. അത് ശരിയാണോ തെറ്റാണോ? ഇവയെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളാണോ? അല്ല, ഇവയെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളല്ല. സോ ഇത് ശരിയാണ്. കാരണം നമുക്കറിയാം, സ്വർണ്ണാഭരണം എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് അല്ല. ഓക്കെ, അടുത്തത്, പിച്ചള, ഇരുമ്പ്, വെങ്കലം എന്നിവ ലോഹ മിശ്രിതങ്ങളാണ്. ഇത് ശരിയല്ല, തെറ്റാണ്. സോ നമുക്കൊന്നും ഇടണ്ട, ടിക്ക് ഇടണ്ട. കാരണം ശരിയായത് മാത്രമേ ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തെറ്റായിട്ടുള്ളത് തെറ്റെന്ന് ഇടേണ്ട ആവശ്യം പോലും ഇല്ല. സ്വർണ്ണാഭരണം മിശ്രിതമാണ്, അത് ശരിയാണ്. അതുപോലെ തന്നെ അടുത്ത എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, അലൂമിനിയം എന്നിവ ശുദ്ധ പദാർത്ഥങ്ങളാണ്, അതും ശരിയാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസ്. അത് ശരിയാണ്, കാരണം ഇതെല്ലാം പ്യുവർ സബ്സ്റ്റൻസ് അല്ല. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലാണ് പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് അല്ല, അതൊക്കെ മിശ്രിതമാണ്. അതുപോലെ തന്നെ ഗോൾഡ് ഓർണമെന്റ്സ് ഈസ് എ മിക്സ്ചർ, അത് കറക്റ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസസ്, അതും കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ തരാം. അതായത് പ്യുവർ സബ്സ്റ്റൻസിനും അതുപോലെ തന്നെ മിശ്രിതങ്ങൾക്കും കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് എന്ത് നോക്കാം? കഞ്ഞി നോക്കാം. കഞ്ഞിക്കകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ജലമുണ്ട്, ഉപ്പുണ്ട്, മറ്റു പദാർത്ഥങ്ങളുണ്ട്. അതായത് പല പദാർത്ഥങ്ങൾ കൂട്ടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? കഞ്ഞി ഉണ്ടാവുന്നത്. സോ ഇത് മിശ്രിതമാണ്. ഇനി പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്, അതിനകത്തുള്ള തന്മാത്രകൾ. സോ അത് ശുദ്ധ പദാർത്ഥമാണ്. പഞ്ചസാരയിലാണെങ്കിൽ പഞ്ചസാര മാത്രമേ ഉള്ളൂ. സോ അത് ശുദ്ധ പദാർത്ഥമാണ്. സോഡ വെള്ളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ജലമുണ്ട്. സോ അത് ശുദ്ധ പദാർത്ഥമല്ല, മിശ്രിതമാണ്. സംഭാരത്തിലും ജലമുണ്ട്, ഉപ്പുണ്ട്, മറ്റു പദാർത്ഥങ്ങൾ, അതൊക്കെ മിശ്രിതമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓരോ പദാർത്ഥം തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഒരേ
തന്മാത്രയാണെങ്കിൽ അതാണ് പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത്. ഒന്നിലധികം തന്മാത്രകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മിശ്രിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കാരണം ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇതുപോലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിലയിരുത്താം എന്ന് പറയുന്ന സെക്ഷനിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 6ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സ്വന്തം വജ്ര ബാച്ച് നിങ്ങൾക്കായിട്ട് സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എക്സാമിന്റെ ടൈമൊക്കെയാണ്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ഥലത്തിന്റെ ബാച്ചിലേക്ക് കൂടിച്ചേരുക. അപ്പം ഇപ്പം നിലവിൽ ഒരു 30% ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ ഇനി അങ്ങോട്ടേക്കുള്ള ഈ ഒരു അക്കാഡമിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ 30% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മെഗാ 30 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് മക്കൾ യൂസ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് വരിക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം നമുക്ക് സെറ്റ് ആക്കണം, പവർ ആക്കണം. അപ്പോൾ എല്ലാ മക്കൾക്കും ആദ്യ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.